പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. ഞാൻ ഷുക്കൂർ തരുവണ. സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വളരെ സജീവമായ ചർച്ചയായ വന്ദേ മാതരം എന്ന് പറയുന്ന ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വസ്തുതകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലായ എസ് വിഷൻ ബ്ലോഗിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവൽ രചിച്ചത്. ആ നോവലിലെ ഒരു ഗാനമാണ് വന്ദേ മാതരം. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൻ്റെ ഇതിവൃത്താന്തം എന്ന് പറയുന്നത്, അതിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത്, സന്താനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സന്യാസി സംഘത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് ആ സന്യാസി സംഘം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ എല്ലാവിധ തത്വങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ അടിമകളാക്കി മാറ്റി ജനങ്ങളെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ പോലും ഇന്ത്യയിൽ അത്തരം ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യം വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലും ഇന്ത്യയുടെ പ്രധാന ശത്രുക്കൾ മുസ്ലിം രാജാക്കന്മാരാണെന്നും മുസ്ലിം നവാബുമാരാണെന്നും ഈ നോവലിലൂടെ സവിസ്തരം വിശദീകരിക്കുകയും അങ്ങനെയുള്ള മുസ്ലിം രാജാക്കന്മാരെയും നവാബുമാരെയും ഒക്കെ ഇല്ലാതാക്കേണ്ടതും ഈ രാജ്യഭരണത്തിൽ നിന്നും അവരെ തുടച്ചു നീക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സന്താനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സന്യാസി സംഘത്തെ രൂപീകരിച്ച് മുസ്ലിം ഭരണാധികാരികളെ, രാജാക്കന്മാരെ ഈ രാജ്യത്ത് നിന്നും തൂത്തെറിയുന്നതിന് വേണ്ടി സന്താനങ്ങൾ എന്ന് പറയുന്ന പേരിൽ ഒരു സന്യാസി സംഘത്തെ വളർത്തിയെടുക്കുകയും അവർക്ക് വേണ്ട ആയുധ പരിശീലനങ്ങളും മറ്റ് പരിശീലനങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുകയും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മുസ്ലിം ഭരണത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു രാജ്യമാക്കി, മാതൃഭൂമിയാക്കി ഇന്ത്യയെ മാറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു ഉൾപ്രേരണ നൽകുന്ന ഒരു കഥയാണ് ഈ നോവലിൻ്റെ ഇതിവൃത്താന്തം എന്ന് പറയുന്നത്. ആ നോവലിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഈ ബഹുസ്വരതയെ തകർത്തുകൊണ്ട് ഇത്തരം ചിന്താഗതികൾ വളർന്നു വരുന്നതിന് വേണ്ടി അദ്ദേഹം ബോധപൂർവം കൂട്ടിച്ചേർത്ത ഒരു ഗാനമാണ് വന്ദേ മാതരം. മാതൃഭൂമിയുടെ മോചനത്തിനായി സന്താനങ്ങൾ എന്ന സന്യാസി സംഘം മാതൃഭൂമിയെ ദേവിയായി സങ്കല്പിച്ച് വന്ദിക്കുന്നതാണ് ഈ ഗാനത്തിൻ്റെ ഈരടികൾ എന്ന് പറയുന്നത്. വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 ചരണങ്ങളിൽ മാതൃഭൂമിയുടെ പ്രകൃതി സൗന്ദര്യത്തെയും സമ്പന്നതയെയുമാണ് പുകഴ്ത്തുന്നത്. എന്നാൽ തുടർന്നുള്ള ചരണങ്ങളിൽ മാതൃഭൂമിയെ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ഹിന്ദു ദേവിമാരുമായി ഉപമിക്കുകയും ദുർഗ, സരസ്വതി, ലക്ഷ്മി ദേവിയുമായി മാതൃഭൂമിയെ ഉപമിക്കുന്നതിലൂടെ ഈ മാതൃഭൂമിയെ ആരാധിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ചരണങ്ങളാണ് ആദ്യത്തെ 2 ചരണങ്ങൾക്ക് ശേഷം തുടർന്നു പോകുന്ന ചരണങ്ങൾ. അത് പ്രത്യേകിച്ചും ഇന്ത്യയിലെ ബഹുസ്വരതക്കും ഹിന്ദു ജനവിഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള മതവിശ്വാസികൾക്കുമൊക്കെ അവരുടെ ദൈവിക സങ്കല്പങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമൊക്കെ എതിരായതുകൊണ്ട് തന്നെ ഈ ഒരു വന്ദേ മാതരം ആലപിക്കുന്നതിനെതിരെ അന്നു തന്നെ അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ വലിയ ചർച്ചകൾ നടക്കുകയും, എന്നാൽ ആ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കെ തന്നെ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ സമ്മേളനങ്ങളിലൊക്കെ ഈ വന്ദേ മാതരം ആലപിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാർ ഈ വന്ദേ മാതരം ആലപിക്കുന്ന ഇത്തരം പരിപാടികളെ വേണ്ടത്ര പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ബഹുസ്വരതക്കപ്പുറം മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ബ്രിട്ടീഷുകാർ നടത്തുന്നുവെന്ന് മനസ്സിലാക്കിയ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യപരിപാടികളിലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലോ അതിനുവേണ്ടി നടത്തുന്ന കാര്യപരിപാടികളിലോ അല്ലെങ്കിൽ അത്തരം സമരങ്ങളിലൊന്നും തന്നെ ഈ വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങളല്ലാതെ മറ്റു ചരണങ്ങൾ ആലപിക്കേണ്ടതില്ല, പാടേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഒരു തീരുമാനം. ഇന്ത്യയിലെ ഒരു പൗരനും അങ്ങനെ പാടാൻ നിർബന്ധിക്കേണ്ടതുമില്ലെന്നുള്ള ഒരു തീരുമാനവും കൂടി ജവഹർലാൽ നെഹ്റുവിൻ്റെയും
രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതാധികാര സമിതി 1937 എടുക്കുകയും അന്യമത ബോധവും അതോടൊപ്പം തന്നെ അവർക്കെതിരെയുള്ള പകയും വളർത്തി കുടിലതന്ത്രങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന ഒരു പദ്ധതിയെ പൊളിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുകയും ആദ്യത്തെ ചരണങ്ങളിൽ ഈ മാതൃഭൂമിയുടെ സമ്പന്നതയും സൗന്ദര്യവുമാണ് വർണ്ണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ആലപിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു തീരുമാനം കൊണ്ടുവരികയും എന്നാൽ ഒരു കാരണവശാലും ഈ വന്ദേ മാതരം ഏതെങ്കിലും തരത്തിൽ ആരോടെങ്കിലും ആലപിക്കാനോ പാടാനോ ആവശ്യപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എടുക്കുകയാണ് ചെയ്തത്. സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ ഇല്ലാതാക്കി ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്ന ഈ കുതന്ത്രത്തെ പൊളിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പിന്നീട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവുമൊക്കെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തെങ്കിൽ ആ തീരുമാനത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾക്കിടയിൽ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വീണ്ടും ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ഇവിടെയുള്ള ഭരണകർത്താക്കൾക്ക് മതത്തിൻ്റെ പേരിൽ എല്ലാ കാലഘട്ടത്തിലും അധികാരത്തിലിരിക്കാനുള്ള മോഹമാണ് ഇതിൻ്റെ പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.